ഹലോ ഡിയർ. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ കൊടിയേറ്റാണ്. അപ്പോൾ ഇത് കൊടിമരമാണ്. കൊടിമരം മുറിച്ചുകൊണ്ട് ഒരു പകുതി വരെയും വന്നു. നമ്മൾ ആസ് യൂഷ്വൽ താമസിച്ചു. കൊടിമരമൊക്കെ മുറിച്ച് പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇതെടുത്തിരിക്കുന്നവർക്ക് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അതെ, ചെണ്ട കണ്ടപ്പോൾ കുഞ്ഞാപ്പന് ചെണ്ട കൊട്ടണം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചെണ്ട കൊട്ടാനായിട്ട് പോവുകയാണ്. കുറച്ച് നേരം എൻ്റെ താഴേക്ക് കൂടെ നടന്നു. പിന്നെ ഞാൻ എടുത്ത് പൊക്കി കൊടുത്തു. അവൻ കൈവച്ച് കൊട്ടി കൊടുത്തപ്പം പിന്നെ അവന് ആവശ്യം അതിൻ്റെ കോല് വേണമെന്നായിരുന്നു. ചെണ്ടക്കോല് എടുത്ത് താന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹളായി. പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് ഞാൻ അവനെയും കൊണ്ട് പോന്നു. എന്താ കൊടിമരം ഉയർത്തിയിട്ടുണ്ട്. ഇത് അടയ്ക്കാമരമാണ് നമ്മൾ കൊടിമരമായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഓരോ അടയ്ക്കാമരങ്ങൾ മുറിച്ചിട്ട് വന്നിട്ടാണ് കൊടിയേറ്റ് നടത്തുന്നത്. അവരിത് താളത്തിലായി എറിഞ്ഞ് പിടിക്കുന്നതും നല്ല രസമാണ് കൊണ്ടുവരുന്നത് കാണാൻ തന്നെ. വാദ്യമേള ഘോഷങ്ങളോടുകൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇന്നത്തെ കനത്ത വെയിലായിരുന്നു കേട്ടോ. എന്നിട്ടും ആർക്കും ഒരു ക്ഷീണമൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയാണ് എൻജോയ് ചെയ്ത് തന്നെയാണ് അവർ വരുന്നത്. എല്ലാവരും ആഘോഷത്തോടെ തുള്ളായിരുന്നു കേട്ടോ. പ്രായഭേദമന്യേ എല്ലാവരും, കൊച്ചുകുട്ടികൾ, അമ്മമാരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. വെയിലൊന്നും അവർക്കൊരു വിഷയമായിരുന്നില്ല. എല്ലാവരും നല്ല തുള്ളായിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഒരുപാട് അമ്മമാർ തുള്ളുന്നുണ്ട്, കുട്ടികളും ഉണ്ട്. ഉത്സവം പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ചടങ്ങാണ് കൊടിമരം കൊണ്ടുവരുന്നത്. ഇത് ഒരു വലിയ ആഘോഷം തന്നെയാണ് കേട്ടോ. ഓരോ താളത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നും തുള്ളിയും ഒക്കെയാണ് എറിഞ്ഞു പിടിക്കുന്നതും. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കുട്ടികളൊക്കെ നല്ല ആഘോഷത്തിലാണ് എല്ലാവരും. ഇത് വേറൊരു കാഴ്ച തന്നെയാണ്. ആ മരം മുകളിലേക്ക് എറിഞ്ഞ് പിടിക്കുന്നതും ഉയർത്തിക്കൊണ്ട് വരുന്നതും ഒരു താളത്തിനും ഈണത്തിനും എല്ലാവരും ഒരുപോലെ തന്നെയൊക്കെ. അതിനിടയ്ക്ക് നല്ല ഡാൻസുകളും, എല്ലാവരും ആഘോഷത്തിലാണ് കേട്ടോ. നിലവിനോട് തുള്ളാനൊക്കെ ഞങ്ങൾ പറഞ്ഞെങ്കിൽ അവന് ഒരു ഉറക്കച്ചടമായിരുന്നു. ഇറക്കി എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ മടിയായിരുന്നു. കുറച്ചു നേരമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടന്നു. പിന്നെ ഫുള്ള് അവൻ എന്നെ കൊണ്ട് എടുപ്പിച്ചു. നിലവിന്ന് മുണ്ടൊക്കെ ഉടുത്താണ് കേട്ടോ വന്നത്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് എനിക്ക് മുണ്ട് ഉടുത്ത് തരുമോ എന്നൊക്കെ. എന്നിട്ട് അവനത് മടക്കി കുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ മടക്കി കുത്തി. വലിയ ആൾക്കാരെ പോലെയൊക്കെ കിടപ്പുണ്ട്. തിന്നണമെന്നൊക്കെ ഉണ്ട് ഒരു, പക്ഷേ പുള്ളി ഭയങ്കര മടിയായിപ്പോയി.
നമ്മളിനിയിപ്പോൾ ഈ കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടേ പിന്നെ പോവുള്ളൂ. എല്ലാവരും വിഷമിച്ച്, നല്ല വെയിലാണ്, കുട്ടികളൊക്കെ ഉണ്ട് ഒരുപാട്. റോഡും മോശമാണ്, കണ്ടോ, മെറ്റിലിട്ടിരിക്കുകയാണ്. റോഡ് മെറ്റിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്, നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറത്തുകൂടെയാണ് അവർ ചെരുപ്പില്ലാതെയാണ് കൊടിമരമായിട്ട് വരുന്നത് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അവർ അതൊന്നും വകവയ്ക്കാതെ താളത്തിൽ തന്നെ വരുന്നത്. ഇത്രയും നേരം കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ അലങ്കാരമാക്കി തുള്ളിക്കൊണ്ടിരുന്ന ചേച്ചിമാർക്കിടയിലേക്കാണ് വർണ്ണശബരമായ ബലൂണുകൾ എത്തിയത്. എവിടെ നിന്നറിയില്ല, നിറച്ചും ബലൂണുകൾ വന്നപ്പോൾ ആ ഘോഷയാത്ര കളർഫുള്ളാക്കി. ആഹാ, എന്ത് രസമല്ലേ! കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാണാൻ നല്ലൊരു ശീലമായിരുന്നു കേട്ടോ. അമ്പലം അടുക്കാറായപ്പോഴാണ് അത് കിട്ടിയത്. നേരത്തെ തന്നെ കിട്ടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി, അത്രയും നല്ല കാഴ്ച. ഒരു നടത്തത്തിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ അമ്പലം, ശ്രീനാരായണ വിലാസം മഹാവിഷ്ണു ക്ഷേത്രം. അങ്ങനെ വാദ്യമേളഘോഷങ്ങളോടുകൂടി നമ്മൾ കൊടിമരം സമർപ്പിക്കുമ്പോൾ, കൊടിമരം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് കൊടിക്കയറിന് വേണ്ടിയിട്ട് പോകും. കൊടിക്കയർ കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമാണ് കൊടിയേറ്റ്. അങ്ങനെ കൊടിമരം അമ്പലത്തിലെത്തി. അപ്പോൾ വൈകുന്നേരം കൊടിയേറ്റിന് കാണാം. ഓക്കെ, ബൈ.